अकबरी लौटा। लाला छाऊलाल के खाने पीने की कमी नहीं थी। കാശി കെ ടട്ടേരി ബസാർ മേ മക്കാൻ താ. അതായത് ലാലാ ഛാവുലാലിന് ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. കാശിയിലുള്ള ടട്ടേരി മാർക്കറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ്. നീച്ചെ കി ദുക്കാനോം സെ 100 രൂപയെ മാസിക് കെ കരീബ് കിരായ ഉത്തരാത്താത്ത. അതായത് അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിരുന്നു. തൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗം കുറച്ച് കടകൾക്കായി വാടകയ്ക്ക് കൊടുത്തിരുന്നു. അതിൽ നിന്നെല്ലാം കൂടി അദ്ദേഹത്തിന് മാസം 100 രൂപ കിട്ടിയിരുന്നു വാടകയായിട്ട്. അച്ഛാ ഖാത്തെ തേ, അച്ഛാ പഹൻതെ തേ, ഫിർ 250 രൂപയെ തോ ഏക് സാത്ത് ആങ്ക് സക്നെ കെ ലിയെ ഭി ന മിൽത്താ താ. അതായത് നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു, നന്നായി ഉടുപ്പ് ധരിച്ചിരുന്നു, പിന്നെ എന്താണ് പെർ 250 രൂപ, അതായത് 250 റുപ്പീസ് ഒരുമിച്ച് കാണാനുള്ള ഭാഗ്യം പക്ഷെ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇസ്ലിയെ ജബ് ഉൻകി പത്നിനെ ഏക് ദിൻ എക്കായേക് 250 രൂപയ്ക്ക് മാങ് പേശാക്കി. ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു 250 റുപ്പീസ് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. തബ് ഉൻക ജി ഏക് ബാർ ജോർ സെ സൻസനായ ഓർ ഫിർ ബൈഠ് ഗയെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പെട്ടെന്ന് മിടിക്കുകയാണ്. उनकी यह दिशा देखकर पत्नी ने कहा, डरिए मत, आप देने से असमर्थ है तो मैं अपने भाई से मांग लूँ. അപ്പോൾ ഭാര്യ പെട്ടെന്ന് പറയുകയാണ്, താങ്കൾ പേടിക്കണ്ട, താങ്കൾക്ക് ഈ 250 രൂപ തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് ഞാൻ ചോദിച്ചുകൊള്ളാം. ലാലാ ഛാവുലാൽ തിൽമില ഉठे. उन्हें रोब के साथ कहा, अजी हटो, 250 रुपये के लिए भाई से भीख मांगोगी, मुझसे ले लेना. ലാലാ ഛാവുലാൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. തൻ്റെ അധികാരം കാണിച്ചുകൊണ്ട് പറഞ്ഞു. തൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഒരു 250 രൂപയ്ക്ക് വേണ്ടി നീ നിൻ്റെ ബ്രദറിനോട് യാചിക്കാൻ പോവുകയാണോ? എൻ്റെ കയ്യിൽ നിന്നും മേടിച്ചോളൂ. ലേക്കിൻ മുझे ഈസി ജിന്ദഗി മേ ചാഹിയേ. അപ്പോൾ ഭാര്യ പറയുകയാണ്, പക്ഷേ എനിക്ക് ഈ ഒരു ജന്മത്തിൽ തന്നെയാണ് ഈ 250 രൂപ വേണ്ടത്. അജി ഇസ് സപ്താഹമേ ലേന. അപ്പോൾ ഛാവുലാൽ തിരിച്ചു പറയുകയാണ്, ഈ ആഴ്ച തന്നെ നീ മേടിച്ചോളൂ. സപ്താഹ് സെ ആപ്കാ താത്പര്യ 7 ദിൻ സെ ഹെ യാ 7 വർഷ സെ. സപ്താഹ് എന്നുകൊണ്ട് താങ്കൾ 7 ദിവസമാണോ 7 വർഷമാണോ വിചാരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിക്കുകയാണ്. लाला छाऊलाल ने रोब के साथ खड़े होते हुए कहा, आज से 7वें दिन मुझसे 250 रुपये ले लेना. അപ്പോൾ ലാലാ ഛാവുലാൽ തൻ്റെ അതോറിറ്റി കാണിച്ചുകൊണ്ട്, തൻ്റെ അധികാരം കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇന്നേക്ക് 7ാം ദിവസം നീ എൻ്റെ കയ്യിൽ നിന്നും 250 രൂപ മേടിച്ചുകൊള്ളൂ. ലേക്കിൻ ജബ് 4 ദിൻ ജോൻ ത്യോം മേ യോം ഹി ബീത് ഗേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 4 ദിവസം എങ്ങനെയോ കഴിഞ്ഞുപോയി. 1 രൂപയോ കി കോയി പ്രബന്ധ ന ഹോ സക്ക. 1 രൂപയുടെ പോലും ഇദ്ദേഹത്തിന് അറേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയായി 4 ദിവസമായപ്പോൾ അദ്ദേഹത്തിന് ടെൻഷൻ ആവാൻ തുടങ്ങി. ഉനെ ചിന്ത ഹോനെ ലഗി. പ്രശ്ന അപ്നി പ്രതിഷ്ഠ കാത്ത. കാരണം അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ തന്നെ ഈ 250 രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോയി പോകും. അപ്നെ ഹി ഘർമേ അപ്നെ സാക്കാ ഥ. തൻ്റെ സ്വന്തം വീട്ടിൽ തൻ്റെ വിലയുടേതാണ്. ദേനെ കാ പക്കാ വാദ കർക്കെ അഗർ അബ് ദേ ന സക്കെ തോ അപ്നെ മൻ മേ വഹ് ക്യാ സോച്ചേഗി. താൻ 250 രൂപ കൊടുക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവൾ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഉസ്കി നസർ മേ ഉസ്കാ ക്യാ മൂല്യ രഹ് ജായേഗ. അവളുടെ മുന്നിൽ തനിക്ക് എന്ത് മൂല്യമാണ് ഉണ്ടാവുക? അപ്നെ വഹിക്ക് സൈക്കടോ ഗദ്ദോ സുനാ ചുക്കേ ഹെ. താൻ ചെയ്യാത്തതും ചെയ്തതുമായ പല കാര്യങ്ങൾ സ്റ്റോറീസ് പോലെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് സ്വയമായി പുകഴ്ത്തി ഓരോ കാര്യങ്ങളും തന്നെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബ് ജോം ഏക് കാം പടാ തോ ചാരോം ഖാനെ ചിത് ഹോരാത്തെ. അതായത് താൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വെറുതെയാകും. യഹ് പെഹ്ലി ബാർ ഉസ്നെ മുഹ് കോൽക്കർ കുച്ച് രൂപയോ കാ സവാൽ കിയാ താ. ഇതാദ്യമായാണ് തൻ്റെ ഭാര്യ തന്നോട് 250 രൂപ ചോദിച്ചിരിക്കുന്നത്. ഇസ് സമയം
अगर धूम धमाकर निकल भाग लेते हैं तो ഫിർ ഉസെ ക്യാ മുഹ് ദിഖ്ലായ്. ഈ 250 രൂപ ചോദിച്ച സമയത്ത് ഇത് കൊടുക്കാതെ താൻ പോയി കളഞ്ഞാൽ ഇനി അവളെ എങ്ങനെ തന്നെ മുഖം കാണിക്കാം. ഖേർ ഏക് ദിൻ ഓർ ബീത്ത. അങ്ങനെ ഒരു ദിവസം കൂടി കടന്നുപോയി. 5वें दिन घबराकर उन्हें बिलवासी मिश्रा की अपने വിപദ സുനായി. അങ്ങനെ 5ാമത്തെ ദിവസം വന്നു. 5ാമത്തെ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം പേടിയായി. അങ്ങനെ തൻ്റെ കൂട്ടുകാരനായ ബിൽവാശ്രീ മിശ്രയോട് തൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ തൻ്റെ ട്രബിൾ പറയുകയാണ്. സംയോജ് കുച്ച് ഏസെ ബിഗड़ा था कि बिलवासी जी भी उस समय बिल्कुल खुद का थे. അതായത് സർക്കംസ്റ്റൻസസ് വളരെ കഷ്ടപ്പാട് നിറഞ്ഞായിരുന്നു. കാരണം ബിൽവാസി മിശ്രയുടെ കയ്യിലും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യാൻ ആ സമയത്ത് പൈസ ഉണ്ടായിരുന്നില്ല. ബിൽവാസി മിശ്രയും അബ്സല്യൂട്ട്ലി ഹെൽപ്ലെസ് ആയിരുന്നു. ഉന്നോനെ കഹ മേരെ പാസ് ഹേ തോ നഹി പർ മേം കഹീ സേ മാങ് ജാങ്കർ ലാനെ കി കോശിഷ് കരുകി. എൻ്റെ കയ്യിൽ ഏതായാലും ഇല്ല, ഞാൻ ആരോടെങ്കിലും ചോദിച്ച് തങ്ങൾക്ക് ഈ പൈസ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാം. അഗർ മിൽ ഗയാ तो कल शाम को तुमसे मकान पर मिलूंगी. ഇനി എനിക്ക് പൈസ കിട്ടുകയാണെങ്കിൽ നാളെ വൈകുന്നേരം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തരാം. വഹി ഷാം ആജ് തി. ആ ദിവസം ഇന്നായിരുന്നു. ഹഫ്തേക്ക അന്തിം ദിൻ. ആഴ്ചയുടെ അവസാനത്തെ ദിവസം. കൽ 250 रुपये या तो गिन देना है या सारी हेकड़ियाँ से हाथ धोना है. ഒന്നുകിൽ തൻ്റെ ഭാര്യയ്ക്ക് ഈ 250 രൂപ എണ്ണി കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് കൈ കഴുകണം. യഹ് സച്ച് ഹേ കി കൽ രൂപയെ ന ആനെ പർ ഉൻകി സ്ത്രീ ഉനെ ഡമൽ ഫാസി ന കർ ദേഗി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, താനിപ്പോൾ ഈ പൈസ കൊടുത്തില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ ഒന്നും പോകുന്നില്ല. കേവൽ ജറാസ ഹസ് ദേങ്ങി. പക്ഷേ ചിലപ്പോൾ ഒന്ന് കളിയാക്കി ചിരിക്കുമായിരിക്കും. पर वह कैसी हंसी होगी. പക്ഷേ അതെങ്ങനെയുള്ള കളിയാക്കി ചിരി ആയിരിക്കും. കൽപ്പന മാത്ര ഹി മേം ചാവുലാൽ മേം മരോട് പേദാ ഹുവ. ഇതോർത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൃദയം വിറച്ചുകൊണ്ടിരുന്നു. ആജ് ഷാം കോ ബിൽവാസി മിശ്ര കോ ആനെ താ. ഇന്ന് വൈകുന്നേരമാണ് ബിൽവാസി മിശ്ര വരേണ്ടത്. യദി ന ആയേ तो या कहीं रुपये का प्रबंध व न कर सके. ഒന്നുകിൽ അദ്ദേഹം വന്നില്ല എങ്കിൽ ഞാൻ എങ്ങനെ ആ പൈസ ഭാര്യയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇസി ഉഖേഡ്പുൻ മേ പടേ ലാല ചാവുലാൽ ഛത് പർ ടഹൽ രഹേ തെ. അതായത് ഈ പ്രോബ്ലം കാരണം ചാവുലാൽ തൻ്റെ ടെറസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. കുച്ച് പ്യാസ മാലൂം ഹുവ. ദാഹിക്കുന്നത് പോലെ തോന്നി. ഉന്നോനെ നോക്കറോംകോ ആവാസ് ദി. അദ്ദേഹം തൻ്റെ ജോലിക്കാരനെ വിളിച്ചു. നോക്കർ നഹി ഥ. ഖുദ് ഉസ്കി പത്നി പാനി ലേക്കർ ആയി. പക്ഷേ വേലക്കാരൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ ഭാര്യയാണ് വെള്ളവുമായി വന്നത്. വഹ് പാനി തോ ജറൂർ ലായി പെർ ഗിലാസ് ലാനെ ഭൂൽ ഗയി. അവർ വെള്ളം കൊണ്ടുവന്നു, പക്ഷേ ഗ്ലാസ് കൊണ്ടുവരാൻ മറന്നുപോയിരുന്നു. കേവൽ ലോട്ടേ മേം പാനി ലിയെ വഹ് പ്രകട്ട് ഹുയെ. ആകെ ആ പോട്ട് മാത്രം കയ്യിലേന്തിയാണ് അവർ വന്നത്. ലോട്ട. ഫിർ ലോട്ടെ ബി സംयोग से वह जो अपनी बैठकी सूरत के कारण लाला चावला को सदा से नापसंद था. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ലോട്ട ചാവുലാലിന് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. കാരണം അതിൻ്റെ ഷേപ്പ് തന്നെയാണ്. था तो नया साल 2 साल का ही बना, पर कुछ ऐसे घटना उसके लोटे की थी कि उसका बाप डमरू और माँ चिलम रही हो. അതായത് പുതിയ ലോട്ട തന്നെയായിരുന്നു അത്. പക്ഷേ 2 കൊല്ലമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഷേപ്പ് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം അതിൻ്റെ അച്ഛൻ ഡമരുവും അമ്മ ചിലമും അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഷേപ്പ്. ലാലാനെ ലോട്ടേക്കേലിയെ ലോട്ട ലേലിയ. ലാല അതായത് ലാല ചാവുലാൽ ആ ലോട്ട മേടിച്ചു. ബോലെ കുച്ച് നഹി. പക്ഷെ ഒന്നും തന്നെ പറഞ്ഞില്ല. അപ്നി പത്നിക ആദബ് മാൻതേ തെ. തൻ്റെ ഭാര്യയെ അദ്ദേഹം ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു.
ഇസി കോ സഭ്യത कहते हैं. ഈ കാര്യത്തിനെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. ജോ പതി അപ്നി പത്നി കാ നാ ഹുവാ വഹ് പതി കേസെ. ഏത് ഭർത്താവാണ് തൻ്റെ ഭാര്യ പറഞ്ഞാൽ കേൾക്കാത്തത്? ഫിർ ഉനോനെ യഹ് ബി സോച്ചാ കി ലോട്ടെ മേ പാനി ദി. ഓ, അവരെനിക്ക് ഈ ലോട്ടയിലെങ്കിലും വെള്ളം കൊണ്ടുവന്നല്ലോ എന്ന് വിചാരിച്ചു. തബ് ബി ഗിനിമത് ഹെ. അത് കുടിക്കുന്നത് തന്നെയാണ് നല്ലത്. അബി അഗർ ചൂ കർ ദേത്തെ ഹോ തോ ബാൽട്ടി മേ ഭോജൻ മിലേഗെ. ഇപ്പോൾ എന്തെങ്കിലും അവരോട് ദേഷ്യത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് ചിലപ്പോൾ ബക്കറ്റിലായിരിക്കും. തബ് ക്യാ കർന ബാക്കി രഹിയ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ലാല അപ്നെ ഗുസ്സ പീക്കർ പാനി പീനെ ലഗെ. ലാല തൻ്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ആ വെള്ളം കുടിച്ചു. ഉസ് സമയ വേ ഛത് കി മുണ്ടേർ പർ പാസ് കടയെത്തി. ആ സമയത്ത് അദ്ദേഹം തൻ്റെ റൂഫിൻ്റെ പാരപ്പറ്റിൻ്റെ ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. जिन बुजुर्गों ने पानी पीने की संबंध में यह नियम बनाए थे कि खड़े खड़े पानी न पिए. അതായത് ഓരോ ആൻസിസ്റ്റേഴ്സ് വെള്ളം കുടിക്കുന്നതിനെ പറ്റി ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല, സോത്തെ സമയ പാനി ന പീന, ഉറങ്ങുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ പാടില്ല, ദോഡ്നേക്കെ ബാദ് പാനി ന പിയോ, ഓട്ടം അതായത് ഓടിക്കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ല. उन्हें पता नहीं कभी यह भी नियम बनाया या नहीं कि छत के मुंडेर के पास खड़े होकर पानी न पिए. അവരെന്തുകൊണ്ട് ഈ നിയമം ഉണ്ടാക്കില്ല? അതായത് ടെറസിൻ്റെ പാരപ്പറ്റിൻ്റെ സൈഡിൽ നിന്നും വെള്ളം കുടിക്കരുത് എന്നുള്ള നിയമം അവരുണ്ടാക്കിയിട്ടില്ല. ജാൻ പड़ता है कि इस महत्वपूर्ण विषय पर उन लोगों ने कुछ नहीं कहा. അവരിതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ലാല ചൗലാൽ മുഷ്കിൽ സെ ദോ ഏക് ഖൂണ്ട് പീ പായെ. ലാല ചൗലാൽ 2-3 കവിൾ വെള്ളം കുടിച്ചു. കി ജാനെ കേസെ ഉൻകെ ഹാത്ത് ഹിൽ ഉട്ട ഓർ ലോട്ട ചൂട്ട്. എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ആ ലോട്ട കയ്യിൽ നിന്നും വഴുതി പോവുകയാണ്. ലോട്ടേനെ ദായേൻ ദേഖാ ന ബായെ. ലോട്ടയാണെങ്കിലോ അങ്ങോട്ട് നോക്കിയില്ല ഇങ്ങോട്ട് നോക്കിയില്ല. വഹ് നീച്ചെ ഗലി കെ ഓർ ചൽപട. നേരെ സ്ട്രീറ്റിലേക്ക് കുതിച്ചു. അപ്നെ വേഗ് മേം ഉൽക്ക കോ ലജ്ജിത് ഹുവ വഹ് ആഖോൻ സെ ഓച്ചൽ ഹോ ഗേ. അതായത് തൻ്റെ കണ്ണിൽ നിന്നും തന്നെ അത് കാഴ്ചയിൽ നിന്നും തന്നെ മറഞ്ഞു. എങ്ങനെയാണത്? ഒരു ഉൽക്കയെ പോലും ലജ്ജിക്കുന്ന സ്പീഡിലാണ് അത് താഴേക്ക് ചാടിപ്പോയത്. किसी ज़माने में न्यूटन नाम के किसी खुरफाती ने पृथ्वी की आकर्षण शक्ति नाम की एक चीज़ इजाद की थी. അതായത് ഏതോ ഒരു ജനറേഷനിൽ ഏതോ ഒരു മിസ്റ്റിഫായ ന്യൂട്ടൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഭൂമിയുടെ ആകർഷണം എന്ന പേരിൽ എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. കനാ ന ഹോഗ കി യഹ് സാരി ശക്തി ഈ സമയം ലോട്ടേക്ക് പക്ഷമിത്തെ. അതായത് എന്ത് പറയാനാണ്, എല്ലാ ശക്തിയും സർവശക്തിയും എടുത്താണ് ഈ ലോട്ട ആ സമയം ഈ ആകർഷണ ശക്തി, ഭൂമിയുടെ ആകർഷണ ശക്തി മുഴുവൻ എടുത്താണ് ഈ ലോട്ട താഴേക്ക് പോയിക്കൊണ്ടിരുന്നത്.